പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കേബിൾസ് അല്ലെങ്കിൽ വയേഴ്സിനെ കുറിച്ചാണ്. അപ്പൊ നമ്മുടെ കേബിളിനകത്ത് ആകെ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് അതിനകത്തൂടെ പോകുന്ന കോപ്പറും, പിന്നെ ഒന്ന് അത് ഇൻസുലേറ്റ് ചെയ്തേക്കുന്ന PVC. ഈ രണ്ട് കാര്യങ്ങളുടെ ക്വാളിറ്റി ബേസ് ചെയ്ത് തന്നെ മാർക്കറ്റിൽ രണ്ട് ടൈപ്പ് കേബിളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ക്ലാസ് 5ഉം മറ്റേത് ക്ലാസ് 2ഉം. ക്ലാസ് 5 ആണ് റേറ്റ് കുറഞ്ഞത്, ക്ലാസ് 2 റേറ്റ് കൂടിയതാണ്. ഇതിന്റെ റേറ്റിൽ ഒരു വ്യത്യാസം വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ക്ലാസ് 5നെക്കാട്ടിലും ക്വാളിറ്റി വൈസിൽ നമ്മുടെ കോപ്പറിന്റെ ക്വാളിറ്റിയിലാണെങ്കിലും ഇൻസുലേഷന്റെ ക്വാളിറ്റിയിലാണെങ്കിലും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും നമ്മുടെ ക്ലാസ് 2വിനകത്തുള്ളത്. ഇപ്പൊ നമ്മൾ കേബിൾ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ ഷോപ്പിൽ ചെല്ലുമ്പോഴായിരിക്കും നമ്മൾ അവിടെ കാണുന്നത് പലയിടത്തും പല സ്പെസിഫിക്കേഷൻ ആയിരിക്കും പല കേബിൾസിനുള്ളത്. HR, FR എന്ന് എഴുതിക്കുന്നുണ്ടാവും, ഇല്ലെങ്കിൽ FR എന്ന് മാത്രമുള്ള ഉണ്ടാവും. ഈ HR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് റെസിസ്റ്റന്റ് എന്നുള്ളതാണ്. നല്ല ഒരു ഹൈ വോൾട്ടേജോ കാര്യങ്ങളോ വരുവാണെങ്കിൽ കേബിള് ചൂടായി ഉരുകാനുള്ള സാധ്യത കുറവാണ്. അതേപോലെ തന്നെ ഫയർ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ പടർന്നു പിടിക്കാനുള്ള സാധ്യത കുറവാണ്. പിന്നെ സ്മോക്ക്, ഇപ്പൊ നമ്മുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു ഫയർ വന്ന അല്ലെങ്കിൽ ഒരു കേബിളിനകത്ത് തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ മരിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്മോക്ക് കാരണമായിരിക്കും. ആ ഹാംഫുൾ സ്മോക്ക് ഇൻഹേൽ ചെയ്തിട്ടുള്ളതിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും ഈ മരണങ്ങൾ സംഭവിക്കുക. അങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ഫീച്ചറാണ് ഈ ലോ സ്മോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്മോക്ക് ട്രാൻസ്പെറന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് വലിയ ഹാംഫുൾ ഇല്ലാത്ത സ്മോക്ക് ആയിരിക്കും ഇതിൽ നിന്ന് ഉണ്ടാവുന്നത്. അപ്പോൾ ഇന്ത്യൻ നിയമങ്ങൾ വെച്ചിട്ട് ഇപ്പൊ നമുക്ക് FR എങ്കിലും മിനിമം ഉള്ള കേബിളെ നമുക്ക് സെല് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം നമ്മൾ കേബിൾ എന്ന് പറയുന്നത് നമ്മൾ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. അത് ആദ്യമേ നമ്മൾ ഒരു തെറ്റായ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് റീപ്ലേസ് ചെയ്യാൻ ഇപ്പൊ ബൾബോ ട്യൂബോ മാറുന്ന പോലെ നമുക്ക് മാറാൻ സാധിക്കില്ല. അപ്പം കേബിൾ സെലക്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ആലോചിച്ച് സെലക്ട് ചെയ്യുക. മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ്സ് സാധനങ്ങൾ അവൈലബിൾ ആണ്. അപ്പം ഉറപ്പായിട്ട് ഒരു അംഗീകൃത ഡീലറിന്റെ കയ്യിൽ നിന്നോ കേബിൾസ് എല്ലാം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാവൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പുതിയൊരു പ്രൊഡക്റ്റുമായിട്ട് നമുക്ക് കാണാം.